സാംസങ്ങിന്റെ സാംസങ് A05 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A05 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതാണ് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ബാറ്ററി സെറ്റപ്പ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ പ്രോസസ്സർ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടൊന്നും ഇതിൽ വരുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിംഗിൾ സ്പീക്കറെ ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളൂ. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിലെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. 2 മെഗാപിക്സൽ ഒരു ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 195 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.8mm ആണ്. ഈ ഫോണിൻ്റെ ലൈറ്റ് ഗ്രീൻ, ബ്ലാക്ക്, സിൽവർ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ പല ഫോണുകളിലും ഈ ഫീച്ചേഴ്സ് ഇപ്പം വരുന്നുണ്ട്. എന്നാലും 10,000 രൂപയ്ക്ക് താഴെ നമ്മൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നില്ല. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ചില ഫോണുകളിലൊക്കെ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. എന്നാലും അത് നമ്മൾ വലിയൊരു നെഗറ്റീവായിട്ടും പറയുന്നില്ല. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം 60 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും കൂടിയ റിഫ്രഷ് റേറ്റുമായിട്ട് വരുന്ന ഫോണിൽ വരുന്നുണ്ട്. എന്നാലും അത് നമ്മൾ വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സേ വരുന്നുള്ളൂ. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിലൊക്കെ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അത് മിസ്സിംഗ് ആണ്. അത് നെഗറ്റീവായിട്ട് പറയേണ്ടി വരും. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 9,999 രൂപയാണ്. അതുപോലെ തന്നെ 6GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 12,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അതുമാത്രമല്ല ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് വരുന്നുണ്ട്. പിന്നെ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. എല്ലാ ഫീച്ചേഴ്സും മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഫോൺ അത്ര മികച്ചൊരു ഫോണാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.